ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 8 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന നരേന്ദ്രമോദി വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവിക ആസ്ഥാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങും. നാളെ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് ബിജെപി പ്രവർത്തകരും കാൻഡിഡേറ്റ്സും. ഏത് രീതിയിലാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി അവർ ഒരുക്കിയിരിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ സമയക്രമം ഏത് രീതിയിലാണ്? പ്രധാനമന്ത്രി ഇന്ന് രാത്രി 8 മണിക്കാണ് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലെത്തുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അദ്ദേഹം ആദ്യം എത്തുന്നത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലെ നാവിക ആസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തും. അവിടെ നിന്ന് എറണാകുളം ഗസ്റ്റ് ഹൗസിലേക്ക് കാറിലേക്ക് എത്തിച്ചേരും. തുടർന്ന് പിറ്റേന്ന് രാവിലെ അദ്ദേഹം ഇവിടെ നിന്ന് കുന്നംകുളത്തേക്ക് അദ്ദേഹം പുറപ്പെടുന്നു. ആലത്തൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രചാരണ പരിപാടികളാണ് അവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ തൃശൂർ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ കൂടി ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ 11 മണിക്ക് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഇതിനുശേഷം അദ്ദേഹം പ്രചാരണ പരിപാടികൾക്ക് ശേഷം ഏതാണ്ട് 12 അദ്ദേഹം തിരിച്ച് കൊച്ചിയിലേക്ക് പോകും. കൊച്ചിയിലേക്ക് എത്തും. ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചെല്ലുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം ആറ്റിങ്ങലിലെ നിയോജക മണ്ഡലത്തിലുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. തിരിച്ച് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും. ഈ രീതിയിലാണ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള ചാർട്ട് നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ പ്രവർത്തകർ വലിയ ആവേശത്തിലേക്ക് ആണ്. കാരണം അദ്ദേഹത്തിന്റെ തുടർച്ചയായ ഒരു സന്ദർശനമാണ് ഈ രീതിയിൽ ഉള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങൾ പലപ്പോഴും തന്നെ പ്രവർത്തകരിലേക്ക് കൂടുതൽ എത്തിക്കാനായിട്ട് സംഘടനാ സംവിധാനങ്ങൾക്കടക്കം കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേരെ ആകർഷിക്കാനും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള അദ്ദേഹത്തിന്റെ ഈ പരിപാടികളിലുള്ള അദ്ദേഹത്തിന്റെ പങ്കാളിത്തം കൂടുതൽ പ്രവർത്തകരെ ആവേശത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബിജെപി സംവിധാനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കടന്നുവരവ് വലിയ ആവേശത്തിലേക്ക് മാറ്റും. ഇതിനു മുൻപ് പലതവണയായി അദ്ദേഹം കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് തൃശൂർ കേന്ദ്രീകരിച്ചും മധ്യ കേരളത്തിലടക്കം അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ പരിപാടികളിലടക്കം അദ്ദേഹം പങ്കാളിയായിരുന്നു. ഇപ്പോൾ വരുമ്പോൾ നേരത്തെയുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവിലെല്ലാം തന്നെ തൃശൂർ ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ തൃശൂർ മണ്ഡലത്തിലടക്കം അദ്ദേഹം കരുവന്നൂർ വിഷയമടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. കരുവന്നൂർ വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ ഇ ഡി അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ പ്രചരണ ആയുധവുമാണ്. ഈ ഒരു സമയത്താണ് അദ്ദേഹം വീണ്ടും തൃശൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പ്രചാരണ പരിപാടികൾ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ കടന്നുവരവ് വലിയ രീതിയിലുള്ളൊരു സന്തോഷവും ഒപ്പം തന്നെ വലിയ ആവേശവുമെല്ലാം തന്നെ പ്രവർത്തകരിലുണ്ട്. കൊച്ചി നഗരത്തിലും പരിസര പ്രദേശത്തും സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ന് രാത്രിയും നാളെ രാവിലെയുമായെല്ലാം തന്നെ കൂടുതൽ കടുപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 9 മണി മുതൽ 11 മണി വരെയുള്ള സമയം എറണാകുളം ഗസ്റ്റ് ഹൌസ് പ്രദേശം, പ്രത്യേകിച്ച് വെല്ലിംഗ്ടൺ ഐലൻഡ് ഏരിയ ഇവിടങ്ങളിലെല്ലാം ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെയും സമാനമായ രീതിയിൽ തന്നെ രാവിലെ 9 മണി മുതൽ 11 മണി വരെയുള്ള ഒരു സമയം അദ്ദേഹം തൃശൂരിലേക്ക് പോകുന്ന ആ ഒരു സമയത്തേക്കും കർശനമായിരിക്കും ഗതാഗത സംവിധാനങ്ങൾ എന്നതും വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ഡാനി, കഴിഞ്ഞ തവണ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ റോഡ് ഷോയാണ് ഏറ്റവും ശക്തമായി നടത്തിയത്. അത് വലിയ രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് ബിജെപി നേതാക്കളടക്കം അതിനുശേഷം പ്രതികരിക്കുകയും ചെയ്തു. ഇത്തവണ വരുമ്പോഴുള്ള പ്രത്യേകത 2 പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ അതിന് ഗൗരവമേറുകയാണ്. തിരുവനന്തപുരത്ത് ശക്തമായിട്ടുള്ള പ്രചാരണമായി മുന്നോട്ട് പോവുകയാണ് NDA. അതിനെ എങ്ങനെ നോക്കിക്കാണണം? പ്രധാനമന്ത്രിക്ക് സംസാരിക്കാൻ കൂടി കഴിയുന്ന ഒരു അവസരം, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും. ഇന്നിപ്പോൾ ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? തീർച്ചയായും അതുതന്നെ ആയിരിക്കും അദ്ദേഹം. കാരണം ഒരു പ്രകടന പത്രിക അടക്കം പുറത്തിറക്കിയ ശേഷം കേരളത്തിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഒരു വലിയ 2 തെരഞ്ഞെടുപ്പ് പരിപാടികളെ അഭിസംബോധന ചെയ്യുന്നത് നാളെ കേരളത്തിൽ തന്നെയായിരിക്കുമെന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്.
അതിൽ ആറ്റിങ്കൽ മണ്ഡലത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം വി മുരളീധരന്റെ മണ്ഡലത്തിൽ അദ്ദേഹം പ്രചാരണ പരിപാടികൾ എത്തുന്നപ്പോൾ ഇതെല്ലാം പ്രവർത്തകരിലേക്ക് എത്തിക്കുന്ന ഒരു ആവേശം വലുതാണ്. ഒപ്പം തന്നെയും അദ്ദേഹത്തിന്റെ വാക്കുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസംഗം എങ്ങനെയാണ്, ആരെയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾക്ക് അതിനുമപ്പുറം എന്ത് വാഗ്ദാനമാണ്, എന്താണ് BJP NDA നൽകുന്നത് എന്നതടക്കം അദ്ദേഹം സൂക്ഷ്മമായി വിശദീകരിക്കും. പ്രത്യേകിച്ച് വികസന പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ കൂടുതൽ പങ്കാളിത്ത സ്വഭാവത്തിലേക്ക് പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രണ്ട് പരിപാടികളാണ് ആലത്തൂരും അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുമെല്ലാം തന്നെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗവും നിർണായകം തന്നെയായിരിക്കും. എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നതായിരിക്കും. ഈ പ്രകടന പത്രികയ്ക്ക് ശേഷം അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന വലിയ പരിപാടികൾ എന്ന രീതിയിൽ അവിടെ അതിനപ്പുറം എന്താണ് പറയുവാനുള്ളത് രാഷ്ട്രീയമായി, പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ അടക്കം പരാമർശിച്ചുകൊണ്ട് ഒരുപക്ഷെ കടന്നുപോയേക്കാം. അതെല്ലാം തന്നെ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് പ്രധാനവുമായിരിക്കും. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലെത്തുകയാണ്. 2 പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്.